ഗൈസ് എന്തൊക്കെയാണ് വർത്താനം സുഖല്ലേ അടിപൊളിയല്ലേ അപ്പൊ ഇന്ന് ഞങ്ങൾ എടുത്ത് വരുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രസന്റേഷൻ ഉണ്ടാക്കാൻ വേണ്ടി കണ്ട് കഴിയും വെറും 2 മിനിറ്റ് കൊണ്ട് ഞാൻ പറയും എനിക്ക് കഴിയുന്നുള്ളത് എങ്ങനെയാണെന്നല്ലേ അതിന്റെ സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാം ഇത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് പ്രസന്റേഷൻസ് നിങ്ങൾക്ക് വിത്ത് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം അത് ആദ്യം നമ്മൾ ചെയ്തിരുന്ന പവർ പോയിന്റ് ഒക്കെ വെച്ചിട്ട് അതിനൊന്നും ആവശ്യമില്ല നല്ല കണ്ടന്റ്സ് ഉണ്ട് വിത്തിൻ 2 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് എല്ലാം ഇമേജസ് അടക്കം നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കാം അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ വീഡിയോസിലേക്ക് പോകുന്ന സമയത്ത് കാണാം അപ്പൊ നിങ്ങൾക്ക് ഇതേപോലത്തെ ഇൻഫർമേഷൻസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എല്ലാ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം ഒരു കമ്പനീന്റെ എക്സാമ്പിൾ എടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഒരു സ്ലൈഡ് ഉണ്ടാക്കാൻ വേണ്ടി പോകണം ഞാൻ പറഞ്ഞ ഗാമ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ വേണ്ടി പോകണം അപ്പൊ ഞാൻ ജസ്റ്റ് ഡെമോക്ക് വേണ്ടിയിട്ട് ChatGPT 5 സ്ലൈഡ് ഒരു മോഡൽ എടുത്തിട്ടുണ്ട് പിന്നെ നേരെ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഗാമ AI എന്ന് പറയും ഓക്കെ ഗാമ AI അപ്പൊ ഗാമ AI എടുക്കുക നേരെ എടുത്തതിന് ശേഷം നിൽക്കുക ഇതിപ്പോൾ ഓൾറെഡി ഞാൻ ജോയിൻ ചെയ്തതുകൊണ്ടാണ് ലോഗിൻ ചെയ്തതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു ലിങ്ക് ലോഗിൻ ചെയ്യാനൊക്കെ ഉണ്ടോ ഗൂഗിൾ ഉപയോഗിച്ച് അത് നിങ്ങൾ അതേപോലെ ചെയ്യുക എന്നിട്ട് ഞാൻ ഇവിടെ ക്രിയേറ്റ് ന്യൂ എന്ന് പറഞ്ഞു കൊടുത്ത് നേരെ പിന്നെ ജനറേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൊടുത്തു എനിക്കിവിടെ എനിക്ക് വേണ്ടിയുള്ള അപ്പൊ നിങ്ങളെ കണ്ടന്റ് ഉണ്ടാവില്ല നിങ്ങൾക്ക് എന്താണ് സ്ലൈഡ് വേണ്ടി അത് നിങ്ങൾ എന്താണോ ഉള്ളത് നോക്കുക അതിപ്പോൾ ഞാൻ ഡെമോക്ക് വേണ്ടി കണ്ട് സ്ലൈഡ് പോലെ അങ്ങനെ സെറ്റ് ചെയ്യാണ് നേരെ പോയി ഗാമയെ കൊണ്ടുപോയി എന്ത് ചെയ്ത് പേസ്റ്റ് ചെയ്ത് അങ്ങനെ നേരെ ഗാമയെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് ഇവിടെ എഡിറ്റ് പ്രോംപ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൊടുത്ത് അങ്ങനെ എഡിറ്റ് പ്രോംപ്റ്റ് കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇങ്ങനത്തെ രീതിയിൽ വരും ഇനി നിങ്ങൾക്ക് ലെറ്റേഴ്സ് മിനിമൽ വേണോ എന്തൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വേണോ എന്നുള്ള രീതി കൊടുക്കുക ഞാൻ നോർമൽ രീതിയിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്ത് നേരെ ജനറേറ്റ് ചെയ്ത് കൊടുത്തു ഓക്കെ സ്ലൈഡ്സ് വേണമെന്നുണ്ട് അവിടെ നിങ്ങൾക്ക് കളറുകളൊക്കെ ക്യാൻവ ബ്ലൂ അതേപോലെ തന്നെ ഏതാണോ ടൈപ്പ് നിങ്ങൾക്ക് വേണ്ടത് ആ സാധനങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ആക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ എന്താക്കാൻ വേണ്ടി പറ്റും നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ ഏത് ഇതിലാണോ കൊടുത്ത ആ രീതിയിലുള്ള ഒരു PPT വെറും 2 മിനിറ്റ് വേണ്ട ഒരു മിനിറ്റ് തന്നെ ധാരാളമാണ് ഇത് ഈ സാധനം കിട്ടാൻ വേണ്ടി അത്രയും ചെറിയ രീതിയിൽ നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കൊരു PPT കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാൻ വേണ്ടി ഇതൊക്കെ നോക്കി ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി കഴിയോ ഇത്ര പണിയുള്ളൊരു PPT നമ്മളിപ്പോൾ ഒരു പവർ പോയിന്റ് ഉപയോഗിച്ച് എത്ര സമയമാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു PPT ഉണ്ടാക്കി കഴിയണമെന്നുണ്ടെങ്കിൽ അപ്പൊ ഇത് നോക്കി വെറും കുറച്ച് മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താക്കാൻ വേണ്ടി പറ്റും ഇങ്ങനത്തെ സാധനങ്ങൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കണ്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ ഇതങ്ങനെ ഉണ്ടാക്കുന്ന ജസ്റ്റ് നോക്കിക്കോടി ഒക്കെ ഫോട്ടോസ് അടക്കം തന്നെയാണ് ഇതിലേക്ക് വരിക അതുകൊണ്ട് നമുക്ക് നല്ല ഉപകാരമാണ് ഓക്കെ എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് അല്ലേ നമ്മൾ എന്തൊക്കെയൊക്കെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് വേണ്ട പെട്ടി കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിട്ടുള്ള ചാർട്ടുകൾ വരെ ഉണ്ട് പൈ ചാർട്ടായിട്ടും എല്ലാ ചാർട്ടുകളും അപ്പൊ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നമുക്ക് ഇനി ചെറിയ ഇമേജസ് ഒക്കെ മാറ്റുന്നുണ്ടെങ്കിൽ നേരെ പോവുക 2 ക്ലിക്ക് ഇവിടെ ക്ലിക്ക് കഴിഞ്ഞ് നേരെ തന്നെ ഇവിടെ ഇമേജ് എന്ന് കാണാം ഈ ഇമേജിന്റെ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ വെബ്സൈറ്റിൽ ഇമേജ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ വെബ്സൈറ്റിൽ പോവുക എന്നിട്ട് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയാം ഒരു ആമസോണിന്റെ പിക്ചറാണ് വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആമസോൺ എന്ന് വെച്ചിട്ട് നമ്മൾ എന്താക്കുക ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആമസോണിന്റെ പിക്ചർ കിട്ടും ഇത് നമുക്ക് ഈ ആമസോണിന്റെ വെക്കുന്നുണ്ടെങ്കിൽ നേരെ നമുക്ക് ഇവിടെ ആമസോൺ കാണാം നോക്കി ഇത്രയും അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഇതിന്റെ ഒരു ഉപയോഗം നോക്കി നേരെ പവർ പോയിന്റ് ആകുമ്പോൾ പവർ പോയിന്റ് പോയിട്ടൊക്കെ വേണമെങ്കിൽ ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ട് ഇത് സിമ്പിൾ ഇനിയിപ്പോൾ നമ്മളെ കമ്പ്യൂട്ടറിലെ ഫോട്ടോ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നേരെ ഇത് കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു റിമൂവ് ഇമേജ് എന്നുള്ള ഇമേജ് കൊടുത്തതിന് ശേഷം നേരെ അങ്ങനെ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇത് അവിടെ കാണുക അപ്ലോഡ് ഇമേജ് നേരെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പേരുണ്ടോ അപ്ലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ അത് കണ്ടല്ലോ ക്ലിക്ക് അപ്ലോഡ് അപ്പോൾ ഈ അപ്ലോഡ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മൾക്ക് എന്താണ് വേണ്ടത് ഇമേജ് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് അവിടെ നമുക്ക് ആഡ് ചെയ്തിട്ട് വെക്കാം ഓക്കെ ഉണ്ടല്ലോ ഒരു ഇമേജ് ഇങ്ങനെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ വെക്കാം നമ്മൾ ടെക്സ്റ്റുകളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ആഡ് നമുക്ക് പോക്കാനൊക്കെ പറ്റും എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി ഇത് സേവ് ആക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നേരെ ഷെയറിൽ പോവുക ഈ നേരെ ഷെയറിൽ പോയതിന് ശേഷം ഇവിടെ കാണുക എക്സ്പോർട്ട് എന്ന ഓപ്ഷൻ എക്സ്പോർട്ട് PDF ആണ് PDF പവർ പോയിന്റ് ആണ് പവർ പോയിന്റ് ഏത് വേണമെങ്കിലും അങ്ങനെ ചെയ്യാം അപ്പോൾ ഞാനിത് പവർ പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ പവർ പോയിന്റിനാണെന്ന് ചെയ്താൽ മതി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ സാധനം പ്രിന്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങൾക്ക് PDF വേണമെന്നുണ്ടെങ്കിൽ PDF ചെയ്യാം എനിക്കിപ്പോൾ പവർ പോയിന്റ് മതി അതുകൊണ്ടാണ് ഞാൻ പവർ പോയിന്റ് കാര്യങ്ങൾ ചെയ്യുന്നത് ഇനിയിപ്പോൾ എനിക്കിത് PDF വേണമെന്നുണ്ടെങ്കിൽ PDF 2 ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് കാണാം അങ്ങനെ ഇത് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫയൽ ഓപ്പൺ ആവും എക്സാമ്പിളായിട്ട് പറയാം റെഡി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് സാധനങ്ങൾ കിട്ടുന്ന സമയത്ത് പ്രോപ്പറായിട്ട് നമുക്ക് എന്തുണ്ടാക്കാം ഒരാളെടുത്ത് പ്രസന്റ് നോക്കി എന്തൊരു വൃത്തി നമ്മൾ ഉണ്ടാക്കാട്ടിൽ അടിപൊളിയായുള്ള രീതിയിലുള്ള വൃത്തിയിലാണ് ഈ പ്രസന്റേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്തിരുന്നത് അപ്പോൾ ഗൈസ് ഇങ്ങനെയാണ് സംഭവം കാരണം ഇത്രയും സിമ്പിൾ ആണ് അപ്പോൾ ഇപ്പൊ തന്നെ പോയിങ്ങാണ്ട് നിങ്ങൾ പ്രാക്ടീസിങ് ചെയ്യുക സ്റ്റുഡൻസ് ആണെങ്കിലോ ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആർക്കാണെന്നുണ്ടെങ്കിലും ഒരു സിമ്പിൾ ആയിട്ട് 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരു PPT ഉണ്ടാക്കാം ഇതിനെക്കാട്ടി അടിപൊളിയുള്ള രീതിയിൽ നമുക്ക് കാണാം അപ്പോൾ താങ്ക് യു സോ മച്ച്